ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ മാല കണ്ടിട്ടുണ്ട്, പാൽസാര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വള വെച്ച് ചെയ്യുന്നത് വളം കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ആർക്കും അറിയിട്ടുണ്ടാവില്ല. ഒരുവിധം എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങളും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫോട്ടോസാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ അതിന് മേക്കിംഗ് വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. കുറേ ഞാൻ തിരഞ്ഞു, പക്ഷെ ഒന്നും കണ്ടില്ല. ഇനി എൻ്റെ കണ്ണിൽ പെടാഞ്ഞിട്ടോ എന്താണാവും. അപ്പോൾ അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം. പിന്നെ എനിക്ക് തോന്നി ഇതിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു മോഡൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് മുമ്പ് എത്ര രൂപയ്ക്ക് നമുക്ക് സെയിലാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെയിലായിട്ടല്ലേ നമ്മളെ കയ്യിൽ തന്നെ ഇട്ട് നടക്കാമല്ലോ. അങ്ങനെ നമുക്ക് ഓരോരുത്തർ ഓർഡർ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. അതെന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ വീഡിയോസ്, അതായത് സെപ്പറേറ്റ് മോഡൽ വെറൈറ്റീസ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മെമ്മറി വയറാണ് എടുത്തിട്ടുള്ളത്. മെമ്മറി വയർ നമ്മൾ എന്താ പറയുക, നമ്മളൊരു വളയുടെ ഇതുണ്ടാവുമല്ലോ, രണ്ടറ്റും അപ്പുറത്തും വരുന്ന സൈസിട്ട് ഒരു വളയുടെ ആകൃതിയിൽ വരുന്ന ടൈപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ നോർമൽ പ്ലെയർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലത്തെ നമ്മളവിടെ നിങ്ങളെ കാണുന്നുണ്ടാവും, അവിടെ ഒരു വലിയ പ്ലെയർ നമ്മുടെ വീട്ടിലൊക്കെ ഒരുവിധം വീട്ടിലുകളുണ്ടാവും. ആ പ്ലെയർ വെച്ചിട്ടാണ് ഞാൻ കട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 2 പീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, 2 പീസ് വള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺ, ഈ കുന്തൻ സ്റ്റോണിന് ഡബിൾ ഹോൾ വരുന്നുണ്ട് കേട്ടോ. ചിലതിൽ നമുക്ക് ഈ പാക്കറ്റ് സൈസാണ് വരിക. ആ പാക്കറ്റ് സൈസിൽ ചിലപ്പോൾ 2 ഡബിൾ സൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം, നമുക്ക് മാലയായിട്ട് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കരിമണിയുടെ ബ്രേസ്ലെറ്റ് ചെയ്ത പോലെ തന്നെ ചുറ്റുവള, കരിമണിയുടെ ചുറ്റുവള ചെയ്ത പോലെ തന്നെ ഇതിന് നമ്മളുടെ അടിയിലോട്ട് എന്താ പറയുക, പ്ലെയർ എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലത് പോരാതിരിക്കുമല്ലോ, ബീഡ്സ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് നമുക്കൊരു 6 mm ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ കുന്തൻ സ്റ്റോണിൻ്റെ ഒരു ഡബിൾ ഹോൾ ഉണ്ടാവില്ല, ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതേ സെയിം മെത്തേഡിന് നമ്മൾ മറ്റതിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും ഒന്നിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. രണ്ടും ഒപ്പം വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കരുതും ഇത് നല്ല പണി ഉണ്ടല്ലോ, ഇതിനെങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം കരുതിയിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെ ചെയ്തതാവും എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് കരുതിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ, ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്ര വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ അതിന് നല്ല റേറ്റ് ഉണ്ടാവും. അങ്ങനെ മനസ്സുകൊണ്ട് എല്ലാവരും കരുതിയിട്ടുണ്ടാവും. പക്ഷേ ഇതിന് നമുക്കെന്നെ നമ്മളെ ആവശ്യത്തിന് തന്നെ നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ കയ്യുമ്പോൾ കാര്യം കണ്ടിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡറും കിട്ടും. ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഇട്ട് നടക്കുകയും ചെയ്യാം, ഓർഡർ കിട്ടുകയാണെങ്കിൽ കിട്ടും ചെയ്യും. അങ്ങനെ ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ അതായത് നമുക്കൊരു കുന്തൻ സ്റ്റോണിൻ്റെ ഒരു ബോക്സ് വാങ്ങിയാൽ നമുക്ക് വളയുണ്ടാക്കാം, കമ്മലും ഉണ്ടാക്കാം. കമ്മലിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. കമ്മലും ഉണ്ടാക്കാം, മാലയും ഉണ്ടാക്കാം. 3 ആയില്ലേ. അപ്പോൾ ഇതാക്കണ ഇതുപോലെ തന്നെ ആദ്യം ബീഡ്സ് ഇട്ട് കൊടുത്തു, എന്നിട്ട് കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുത്തു. അതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ മറ്റേതിലും ബീഡ്സ് ഇട്ട് കൊടുത്തു, കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുത്തു, ബീഡ്സ് ഇട്ട് കൊടുത്തു, കുന്തൻ സ്റ്റോൺ, അങ്ങനെ സെയിം മെത്തേഡ് ഇങ്ങനെ പോന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാതെ നോക്കിയാൽ മതി. അതായത് കുന്തൻ സ്റ്റോൺ നമുക്ക് മറിഞ്ഞു പോകാതെ നോക്കിയാൽ മതി കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവും. മറിഞ്ഞു പോയാൽ തന്നെ ഒന്നുകൂടി തിരിച്ചു കൊടുത്താൽ ശരിയാവും ചെയ്യും കേട്ടോ. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുവളയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചുറ്റുവള മാറ്റി കൊടുത്താൽ മതി, അപ്പോൾ തന്നെ ശരിയാവും. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് പൗതിയും ഇങ്ങനെ പോകുന്നല്ലോ, എന്താ ചെയ്യുക. ചുറ്റുവള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. അത് നമ്മൾ ചെയ്തതുണ്ടാവുമല്ലോ വർക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ തന്നെ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതാക്കണ സെയിം മെത്തേഡിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് കമ്മലുണ്ടാക്കുന്ന വലിയ പണിയൊന്നുമില്ല. ഒരു കുന്തൻ സ്റ്റോണും ഒരു 2 ബീഡ്സും വെച്ചിട്ട് അതും ചെയ്യാം. അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഒന്നിച്ച് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്ടാണ്. പിന്നെ അതുമല്ല നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴക്കാലമാണ്. അപ്പോൾ മഴയുടെ സീസണാകുമ്പോൾ നമുക്ക് മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവിൻ്റെ സമയത്തിനനുസരിച്ചാണ് നമ്മളിങ്ങനെ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ സെയിം മെത്തേഡ് അങ്ങനെ ഇത് പോയാൽ മതി കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ പോയാൽ മതി. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ എന്താ ഇവിടെ തിരിഞ്ഞ് വന്നതെന്നില്ല. ആ തിരിഞ്ഞ് വന്ന് ഞാൻ പുറത്തോട്ട് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ ശരിയായും ചെയ്തു കേട്ടോ. ചുറ്റുവെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതിൽ ഇനി നിങ്ങൾക്ക് ഇതല്ല, ഒരു വൈറ്റ് ബീഡ്സില്ല, അതായത് വൈറ്റ് സ്റ്റോണിൽ കുന്തൻ ബീഡ്സാണ് അതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വൈറ്റ് ബീഡ്സിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതായത് കല്ല് വൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. കല്ല് വൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സിൽ ഇങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബീഡ്സും വെച്ചിട്ട് ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഐഡിയക്ക് അനുസരിച്ചുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്ക് ഇതൊക്കെ ഇപ്പോൾ ഈ കുന്തൻ സ്റ്റോൺ മാല ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, കമ്മൽ മാത്രമേ ഇതിനോട് പറ്റുള്ളൂ എന്ന് അറിയുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ മാല തന്നെ ഒരു ഇതൊന്നല്ല, നമുക്ക് 2-3 വിധത്തിലും ചെയ്യാം. മാല ചെയ്യാൻ പറ്റും. ഇനി ഡബിൾ ഹോളില്ലാന്നുണ്ടെങ്കിൽ ഒറ്റ ഹോളുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വളയോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ തന്നെ പാദസരവും ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പാദസരം ചെയ്യാൻ പറ്റും. പക്ഷേ പാദസരത്തിന് എന്താണെന്ന് പറയുക, അധികം കുന്തൻ സ്റ്റോൺ വേണ്ടി വരും. അധികം ഉണ്ടോ, കാരണം പാദസരം നമ്മളെ മാലയുടേതും വളയുടേതും അത്രയൊന്നുമല്ല, ഫുള്ള് നമ്മൾ 2 കാലിലും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്ക് അത്യാവശ്യം ഇതിൽ വരും, നല്ല ക്വാണ്ടിറ്റി വേണ്ടി വരും.
എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ല. ഒരു ബോക്സ് തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും പാദസരം ചെയ്യുമ്പോൾ. കാലം അത്യാവശ്യം വലുതല്ലേ, ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ ഓക്കെ കേട്ടോ, കുഞ്ഞു മക്കൾക്കൊക്കെ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതിൻ്റെ അവസാനം തന്നെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ അടിയിലോട്ട് ചുറ്റിച്ച് ഒരു ഇതാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മുകളിലത്തേക്കാളും ഉള്ളത് അടിയിൽ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ, അതായത് 2 സെൻറ്റർ ഭാഗം ഒന്നിച്ച് കൂട്ടി വെക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ യൂസ് ആക്കാമെന്ന് കരുതി. നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുന്നത്. ഇതാണ് ഇത്രയും ഫുള്ളായിട്ടോ, ഇതാ ഇങ്ങനെ വന്നു, കണ്ടല്ലോ. ഇപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ കണ്ടാൽ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളെ വീഡിയോസ് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചാനൽ. പക്ഷെ അതിൽ മേക്കിംഗ് വീഡിയോസൊന്നുമില്ല, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കി, ഉണ്ടാക്കാനൊരാഗ്രഹമുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കിയതാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ മെമ്മറി വെയർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക, ഇതിൻ്റെ തന്നെ നമുക്ക് മക്കൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്കും ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹാങ്ങിങ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പല വെറൈറ്റി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും മേക്കിംഗ് വീഡിയോസ് എല്ലാത്തിനും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഇടാത്ത സൈസുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ ന്യൂ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേക്കിംഗ് വീഡിയോസ് ഇടുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ നിൽക്കാതെ കാണിച്ചു തന്നിട്ട് ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് 100 രൂപ, അതായത് നമുക്കിത് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ 100 രൂപ 80 രൂപ അല്ലാതെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇതിപ്പോൾ ഈ മെമ്മറി വെയറിൻ്റെ ഈ സ്റ്റോണിൻ്റെയൊക്കെ വില കൂട്ടിയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് 80 രൂപയിൽ കുറഞ്ഞ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ട ഈ 2 ഭാഗം ഞാൻ പറഞ്ഞിട്ടോ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് എനിക്കങ്ങനെ തോന്നിയില്ല, ഒരു ഐഡിയയും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതാണ് നമ്മളെ കരിമണിയുടെ ചുറ്റിവള. അതും രണ്ടും ഞാൻ ഒന്നിച്ചുണ്ടാക്കി വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ വീഡിയോസ് ഒന്നിച്ചെടുക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 80 to 100, ഇനി 100 ചില ഏരിയകളിൽ 120 രൂപ വരെ വാങ്ങിക്കാൻ പറ്റും. നമ്മളെടുക്കുന്ന ബീഡ്സിൻ്റെയൊക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന. ടേക്ക് കെയർ.